ജീവിതം ആസ്വദിക്കാൻ രണ്ടാമത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട കാര്യം എന്താ വെച്ചാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളമുള്ള തൃപ്തി ഉണ്ടാവുക എന്നുള്ളതാണ്. പരിപൂർണമായി സംതൃപ്തരാകാൻ നമുക്ക് പറ്റുക. എത്രത്തോളം സംതൃപ്തരാകാൻ നമുക്ക് പറ്റുന്നുണ്ടോ അതിനനുസരിച്ച് റബ്ബിന്റെ അടുക്കൽ തൃപ്തിപ്പെട്ടവരായി, അള്ളാഹുവിന്റെ അടുക്കൽ തൃപ്തിപ്പെട്ടവരായി നമുക്ക് മാറാൻ സാധിക്കും. അല്ലെ, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാള് നമ്മൾക്ക് എത്ര വലിയ ഉപദ്രവം ഉണ്ടാക്കിയാലും നമ്മൾ ഇതൊക്കെ സഹിക്കും. അത് സാരല്ല, അത് കുഴപ്പമില്ല എന്ന് പറയും. എന്താ അതിന്റെ കാരണം? നമ്മളെ മക്കൾ പോലും ഒരു പരിധിവരെ അവര് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ സഹിക്കും, നമ്മൾ ക്ഷമിക്കും. എന്താ കാരണം? അവരോട് സ്നേഹമുണ്ട്, അവരോടുള്ള ഇഷ്ടം നമുക്കുണ്ട് എന്നുള്ളതാണ് അതിന്റെ കാരണം. അങ്ങനെയാണെങ്കിൽ സഹോദരന്മാരെ, റബ്ബിൽ നിന്ന് ഉണ്ടാകുന്ന, അല്ലെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഖലാ-ഖദറുകൾ അത് ആരുടെ തീരുമാനപ്രകാരം ഉണ്ടാകുന്നതാ? അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം ഉണ്ടാകുന്നതാണ്. നമ്മോട് സ്നേഹം മാത്രമുള്ള റബ്ബിൽ നിന്ന് ആ റബ്ബിനെ തൃപ്തിപ്പെടാൻ നമുക്ക് പറ്റിയാൽ ഈമാന്റെ രുചി നമുക്ക് അനുഭവിക്കാൻ പറ്റും, ഈമാന്റെ ടേസ്റ്റ് അനുഭവിക്കാൻ പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാഖ തഅമൽ ഈമാൻ, ഈമാനിന്റെ രുചി അനുഭവിച്ചിരിക്കുന്നു മൻ റളിയ ബില്ലാഹി റബ്ബ, അല്ലാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ടവൻ. എപ്പോൾ അല്ലാഹുവിനെ റബ്ബായി തൃപ്തിപ്പെടുക? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റുബൂബിയ്യത്തിന്റെ ഭാഗമായി, അല്ലാഹുവിന്റെ വിധിയുടെ സൃഷ്ടിപ്പിന്റെ കൈകാര്യത്തിന്റെ ഭാഗമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ നമുക്ക് തൃപ്തിപ്പെടാൻ പറ്റിയാൽ അല്ലാഹുവിനെ റബ്ബായി നമ്മൾ തൃപ്തിപ്പെട്ടു. വബിൽ ഇസ്ലാമി ദീന, ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെടണം. തൃപ്തിയോടുകൂടി ഇസ്ലാമിനെ ജീവിതത്തിൽ കൊണ്ടടക്കാൻ നമുക്ക് പറ്റണം. ഒരു വെറുപ്പുള്ള അല്ലെങ്കിൽ പ്രയാസമുള്ള മനസ്സോടുകൂടിയല്ല, തൃപ്തിയോടുകൂടി ജീവിതത്തെ, ഇസ്ലാമിന്റെ ജീവിതത്തിൽ പുൽകാൻ നമുക്ക് പറ്റണം. വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയായി, പ്രവാചകനായി തൃപ്തിപ്പെടണം. എങ്ങനെ തൃപ്തിപ്പെടുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനെ അത്രയധികം തൃപ്തിയോടുകൂടി സ്വീകരിക്കാൻ നമുക്ക് പറ്റുക എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ റസൂൽ ചെയ്തതിനെ താല്പര്യപൂർവ്വം തൃപ്തിപ്പെട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഒരു ഇടങ്ങാറോടുകൂടി പ്രയാസത്തോടു കൂടിയല്ല. അങ്ങനെ ഈ മൂന്ന് കാര്യങ്ങളിൽ തൃപ്തി ഉണ്ടെങ്കിൽ ഈമാന്റെ രുചി അവൻ അനുഭവിച്ചു. ഈമാന്റെ രുചി അനുഭവിച്ചാൽ ഇബാദത്തുകൾ ആസ്വദിക്കാൻ പറ്റും, ജീവിതം തന്നെ ആസ്വദിക്കാൻ പറ്റും. മൂന്നാമത്തെ കാര്യം എന്താ? മൂന്നാമത്തെ കാര്യം, ഇനി അത് മാത്രമല്ല, രണ്ടാമത്തെ കാര്യത്തിൽ തന്നെ റസൂലുള്ളാഹി ഖലാ-ഖദറിന്റെ കാര്യം പ്രത്യേകം പറഞ്ഞൊരു ഹദീസുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്നക ലൻ തജിദ തഅമൽ ഈമാൻ, ഈമാനിന്റെ ടേസ്റ്റ് നിനക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല ഹത്താ തുഅ്മിന ബിൽ ഖദർ, ഖദറിൽ നീ വിശ്വസിക്കുന്നത് വരെ. വതഅലമ അന്ന മാ അസാബക ലം യകുൻ ലിയുഖ്തിഅക വമാ അഖ്തഅക ലം യകുൻ ലിയുസീബക, നിനക്ക് ജീവിതത്തിൽ ബാധിക്കാതെ പോയ ഒരു കാര്യം അതൊരിക്കലും ബാധിക്കേണ്ടതല്ല. നിനക്ക് ജീവിതത്തിൽ ബാധിച്ചൊരു കാര്യം അതൊരിക്കലും ബാധിക്കാതിരിക്കുകയുമില്ല എന്ന് നീ അറിയുന്നത് വരെ ഒരിക്കലും നിനക്ക് ഈമാന്റെ രുചി അനുഭവിക്കാൻ സാധ്യമല്ല. അപ്പൊ ഈമാന്റെ രുചി അനുഭവിക്കണമെങ്കിൽ ഖലാ-ഖദർ എന്നുള്ളത് മനസ്സിലൂടെ ഉറക്കണം. അല്ലെ, വളരെ പ്രയാസകരമായ ആളുകൾ പലപ്പോഴും ശിർക്കിലേക്കും അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകാനുള്ള കാരണം എന്താ? ജീവിതത്തിൽ വലിയ മുസീബത്തുകൾ വരുമ്പോ തങ്ങന്മാരടുത്തേക്കും ജാറങ്ങളിലേക്കും മറ്റോടത്തേക്കും മറിച്ചോടത്തേക്കും പോകും. അള്ളാഹുവിന്റെ ഖലാ-ഖദർ അവിടെ മനസ്സിൽ ഉറക്കാത്താണ് പ്രശ്നം. വലിയ മുസീബത്തുകൾ ജീവിതത്തിൽ വരുമ്പോ ചില ആളുകൾ പിന്നെ നല്ല സജീവമായി ഉണ്ടായിരുന്ന ആളുകളാണ്, പക്ഷെ ജീവിതത്തിൽ വലിയൊരു കടപ്പണിയിൽ വലിയ പ്രയാസത്തിൽ പെട്ടു. പിന്നെ അവർ ചിലപ്പോൾ പള്ളിയിൽ ഉണ്ടാവില്ല, നല്ല കാര്യങ്ങൾ ഉണ്ടാവില്ല, നല്ല സദസ്സുകൾ ഉണ്ടാവില്ല, ദഅവത്തിൽ ഉണ്ടാവില്ല, വല്ലാണ്ട് പോകും. ഇതൊക്കെ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഈ പറഞ്ഞ ഖലാ-ഖദറിനെ തൃപ്തിപ്പെട്ട് സ്വീകരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. എന്റെ റബ്ബിൽ നിന്ന് എനിക്കുണ്ടായത് നല്ലതിന് മാത്രമാണ് എന്ന ബോധം മനസ്സിലേക്ക് ഇറങ്ങാത്തതുകൊണ്ടാണ്. ആ ബോധം മനസ്സിലേക്ക് ഇറങ്ങിയാൽ, അല്ലെ, അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെടുക, ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെട്ട് ആചരിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനെ സംതൃപ്തിയോടുകൂടി ജീവിതത്തിൽ സ്വീകരിക്കാൻ സാധിക്കുക, ഇത് മൂന്നുണ്ടായി കഴിഞ്ഞാൽ ഈമാന്റെ ടേസ്റ്റ് അനുഭവിക്കാം. അപ്പോ ജീവിതം ആസ്വാദ്യകരമായി മാറും എന്നാണ്. ഇനി എന്ന് മാത്രല്ല, ഈ സ്നേഹം, സംതൃപ്തി എന്നൊക്കെ പറഞ്ഞ മാനസികമായ കർമ്മങ്ങളാണല്ലോ. ഈ കർമ്മങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ പ്രത്യേകത അറിയോ?
ഒട്ടുമിക്ക കർമ്മങ്ങളും നമ്മൾ ചെയ്യുന്ന ആരാധനാ കർമ്മങ്ങളൊക്കെ മരിക്കണോടുകൂടി കഴിയും. മരിച്ചാൽ പിന്നെ നിസ്കരിക്കണോ? പിന്നെ നിസ്കരിക്കേണ്ട ബാധ്യത ഉണ്ടോ? ഇല്ല. സ്വർഗത്തിലെത്തിയാൽ സക്കാത്ത് കൊടുക്കേണ്ട ബാധ്യത ഉണ്ടോ? ഇല്ല. പക്ഷെ മരിച്ചാലും സ്വർഗത്തിലെത്തിയാലും എത്ര കാലം കഴിഞ്ഞാലും വിശ്വാസിയുടെ കൂടെ ഉണ്ടാകുന്ന രണ്ട് കർമ്മങ്ങളാണ് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അള്ളാഹുവിനോടുള്ള സ്നേഹവും റബ്ബിനെ കുറിച്ചുള്ള തൃപ്തിയും. സ്വർഗത്തിലുള്ള ആളുകൾക്ക് അതുണ്ടാവും, ഖബറിൽ കിടക്കുന്ന വിശ്വാസികൾക്ക് അതുണ്ടാവും, പരലോകത്തുള്ള വിശ്വാസികൾക്ക് അതുണ്ടാവും. പടച്ചവനോടുള്ള സ്നേഹം ഉണ്ടാവും, പടച്ചവനോടുള്ള തൃപ്തി ഉണ്ടാവും. അത് മനസ്സുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കർമ്മമാണ്, അമലാണ്. പക്ഷേ മരിച്ചാലും തീരാത്ത നമ്മുടെ കൂടെ ഉണ്ടാകുന്ന കർമ്മങ്ങളാണ്, വിശ്വാസിയുടെ കൂടപ്പറപ്പുകളാണ്. റബ്ബിനോടുള്ള സ്നേഹവും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള